പ്രീമിയർ ലീഗിലെ കഴിഞ്ഞ വീക്കെൻഡിലെ പോരാട്ടങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും ഷോക്കിംഗ് ആയുള്ള റിസൾട്ട് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരാജയം തന്നെയാണ്. 4-0 ടോട്ടൻഹാമിനോട് എത്തിഹാദ് സ്റ്റേഡിയത്തിൽ സിറ്റി പരാജയപ്പെട്ടിരിക്കുന്നത്. അത് കൂടുതൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? സിറ്റിയുടെ തുടർച്ചയായുള്ള പരാജയങ്ങൾ, അതും ഗാർഡിയോളയുടെ ടീം. മൈറ്റി സിറ്റിക്ക് എന്താണ് സംഭവിക്കുന്നത്? തുടർച്ചയായുള്ള 5ാമത്തെ പരാജയമാണ്. പ്രീമിയർ ലീഗിലാണെങ്കിൽ 3ാമത്തെ പരാജയം. പ്രീമിയർ ലീഗിൽ ബോൺമൗത്തിനോട് പരാജയപ്പെട്ടു, അതിനുശേഷം ബ്രൈറ്റനോട് തോറ്റു, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ടോട്ടൻഹാമുമായുള്ളൊരു മത്സരം നോക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും സിറ്റിക്ക് പ്രശ്നങ്ങളായിട്ട് നമുക്ക് തോന്നും. ഒന്ന്, അവരുടെ ഡിഫൻസിൽ പല പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് സ്റ്റോൺസ് ഒക്കെ തിരികെ എത്തിയിട്ടേ ഉള്ളൂ. റൂബൻ ഡയാസ് ഇല്ല. പിന്നെ അതുകൂടാതെ തന്നെ ഗാർഡിയോള ആണെങ്കിൽ പലപ്പോഴും ഷേക്കിയാണ്. ഒഫൻസീവായുള്ള കാര്യത്തിൽ ഓക്കെയാണ്, പക്ഷേ ഡിഫൻസീവായുള്ള ജോബ് വരുമ്പോൾ പലപ്പോഴും ഗാർഡിയോളിൻ്റെ ഭാഗത്ത് നിന്ന് അത്ര അക്യുറസി നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ അതുകൂടാതെ തന്നെ റോഡറിയുടെ അഭാവം, അത് തന്നെയാണ് എല്ലാവരും പെട്ടെന്ന് വിലയിരുത്തുന്ന ഒരു കാര്യം. റോഡറി അത്രയ്ക്കും പ്രധാനപ്പെട്ട ഒരു പ്ലെയർ ആയിരുന്നു. ആ ഒരു പൊസിഷനിൽ ഇന്ന് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്നുള്ള രീതിയിൽ റോഡറിയുടെ ആ സാന്നിധ്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ സീസണുകളിലൊക്കെ സിറ്റിയുടെ കളിയുടെ ഒരു ഗതി നിയന്ത്രിച്ചിരുന്നത് റോഡറിയാണ്. അപ്പോൾ റോഡറിയുടെ ഒരു അഭാവം വലിയ പ്രോബ്ലം തന്നെയാണ്. പിന്നെ അതിനൊപ്പം തന്നെ ഇപ്പോൾ കൊവാസിച്ചും ടീമിലില്ല. കൊവാസിച്ചും പരിക്കേറ്റ് പുറത്തു പോയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭാവം വലിയ പ്രോബ്ലം തന്നെയാണ് സിറ്റിക്ക് വരുത്തി വെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ മിഡ്ഫീൽഡിലൊക്കെ ഒരുപാട് സ്പേസസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഇത് എതിരാളികൾക്ക് പെട്ടെന്ന് തന്നെ യൂട്ടിലൈസ് ചെയ്ത് ഗോൾ നേടാനും അറ്റാക്ക് നടത്താനൊക്കെ സാധിക്കുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിലും ഈ ഡിഫൻസീവ് പ്രശ്നങ്ങൾക്കൊപ്പം തന്നെ മുന്നേറ്റ നിരയിലും പ്രശ്നങ്ങൾ സിറ്റിക്കുണ്ട്. കിട്ടിയ അവസരങ്ങൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സിറ്റിയുടെ മുന്നേറ്റ നിരയ്ക്ക് സാധിക്കുന്നില്ല. ഇപ്പം ബെർണാഡോ സിൽവ ആണെങ്കിലും ഫിൽഫോർഡൻ ആണെങ്കിലും ഇവരെല്ലാം മോശം പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. മോശം ഫോമിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം സവീനിയോ ആണെങ്കിൽ സ്കിൽഫുൾ ആയുള്ള പ്ലെയറാണ്, പക്ഷേ ഗോൾ നേടാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അപ്പം ഗോൾ കണ്ടെത്താൻ, കറക്റ്റ് ടൈമിൽ ഗോൾ കണ്ടെത്താൻ പറ്റാത്തൊരു പ്രോബ്ലവും സിറ്റിക്കുണ്ട്. ഇപ്പോൾ ഈ ടോട്ടൻഹാമുമായുള്ള ഒരു മത്സരം നോക്കുകയാണെങ്കിൽ ഹാലൻഡും പൂർണ്ണമായും ഒരു പരാജയമായിരുന്നു. അദ്ദേഹത്തിന് 6-7 ചാൻസസ് ലഭിച്ചു, പക്ഷെ ഒന്നും ഗോളാക്കി കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. ഹാലൻഡിനെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് സിറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹാലൻഡ് ഗോളുകൾ നേടുന്നുണ്ട്, പക്ഷെ അങ്ങനെയാണെങ്കിലും ചില നിർണായക നിമിഷങ്ങളിലൊക്കെ അദ്ദേഹം സ്ട്രഗിൾ ചെയ്യുകയാണ്. സിറ്റിയുടെ കളിയെ തന്നെ അത് ബാധിക്കുന്നത്. ഇപ്പോൾ തുടർച്ചയായിട്ട് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ നമ്മൾ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിലൊരു സൊല്യൂഷൻ എത്രയും വേഗം സിറ്റിക്ക് കണ്ടെത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അടുത്ത മത്സരം ലിവർപൂളുമായിട്ടാണ്. ലിവർപൂൾ അത്രയും മികച്ച രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. ലിവർപൂളിന് 31 പോയിന്റ് ഉണ്ട്, സിറ്റിക്ക് 23 പോയിന്റാണുള്ളത്. അപ്പോൾ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ലിവർപൂളും 2ാം സ്ഥാനത്ത് നിൽക്കുന്ന സിറ്റിയും തമ്മിലുള്ള ആ ഒരു പോയിന്റ് വ്യത്യാസം 8ആണ്. അപ്പോൾ സിറ്റിയെ സംബന്ധിച്ച് അടുത്ത മത്സരം വളരെ നിർണായകമാണ്. ഒന്നാമത് ഈ തുടർച്ചയായുള്ള 5 മത്സരങ്ങളൊക്കെ പരാജയപ്പെട്ടാണ് ആൻഫീൽഡിൽ ലിവർപൂളിനെ നേരിടാൻ പോകുന്നത്. അപ്പോൾ ലിവർപൂൾ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊരു വലിയൊരു ബിഗ് ടെസ്റ്റ് തന്നെയായിരിക്കും പെപ് ഗാർഡിയോളയ്ക്കാണെങ്കിലും മാഞ്ചസ്റ്റർ സിറ്റിക്കാണെങ്കിലും. ഇപ്പം സിറ്റിക്ക് ഒരു തിരിച്ചുവരവ് നടത്താൻ പറ്റുകയാണെങ്കിൽ അതൊരു വലിയ ഒരു ആശ്വാസമായിരിക്കും. നല്ലൊരു റീബൗണ്ട് അവർക്ക് കൊണ്ടുവരാൻ പറ്റും. ആ ഒരു മെൻ്റൽ ബ്ലോക്ക് അവർക്ക് മാറ്റാൻ പറ്റും. പക്ഷേ പരാജയപ്പെടുകയാണെങ്കിൽ ലിവർപൂൾ വീണ്ടും 3 പോയിന്റും കൂടെ ആഡ് ചെയ്ത് 11 പോയിന്റിൻ്റെ ലീഡ് അവർക്ക് നേടാൻ സാധിക്കുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത. പിന്നെ പെപ് ഗാർഡിയോള ലെജൻഡറി കോച്ചാണ്, നമ്മൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം എന്താണ് സിറ്റിക്ക് വേണ്ടി നേടിക്കൊടുത്തതെന്നുള്ളത് 6 പ്രീമിയർ ലീഗ് കിരീടങ്ങളൊക്കെ നേടിക്കൊടുത്ത് ചാമ്പ്യൻസ് ലീഗൊക്കെ നേടിക്കൊടുത്ത കോച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിലൊരു സൊല്യൂഷൻ ഉടൻ തന്നെ കണ്ടെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഈ ഒരു വീക്കെൻഡിലെ മറ്റൊരു പ്രധാനപ്പെട്ട മത്സരം മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഇപ്സ്വിച്ച് ടൗണും തമ്മിലുള്ള മത്സരമായിരുന്നു. അതിൻ്റെ ഒരു പ്രാധാന്യം റൂബൻ അമോറിമിൻ്റെ ആദ്യത്തെ മത്സരം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു, പുതിയ പരിശീലകൻ്റെ ആദ്യത്തെ മത്സരം. പക്ഷേ റിസൾട്ട് പോസിറ്റീവ് ആയിരുന്നില്ല. സമനില കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. മാച്ചാണെങ്കിലും യുണൈറ്റഡിൻ്റെ ഭാഗത്തു നിന്ന് അത്ര നല്ല പെർഫോമൻസ് ആയിരുന്നില്ല. തുടക്കത്തിൽ തന്നെ ഒരു ഗോൾ നേടാൻ പറ്റി റാഷ്ഫോർഡിന്. അത് പക്ഷേ അമദിൻ്റെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസിൻ്റെ റിസൾട്ടായിരുന്നു. അമദിൻ്റെ ഒരു മനോഹരമായുള്ള സോളോ റണ്ണിന് ശേഷമാണ് അദ്ദേഹം ആ ഒരു പന്ത് ക്രോസ് ചെയ്തത്. അത് കൃത്യമായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്ത് ഗോൾ നേടാൻ റാഷ്ഫോർഡിന് സാധിച്ചു. പക്ഷേ ഏളി ഗോൾ നേടിയെങ്കിലും പിന്നീട് ഗോൾ വഴങ്ങി മത്സരം സമനിലയിൽ കലാശിക്കുകയായിരുന്നു. പക്ഷേ നിരവധി അവസരങ്ങളാണ് ഇപ്സ്വിച്ച് ടൗണിന് ലഭിച്ചത്. ശരിക്കും ഒരു 6-7 അവസരങ്ങൾ അവർക്ക് നല്ല ലഭിച്ചു. ഒനാനയുടെ തകർപ്പൻ സേവുകൾ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ യുണൈറ്റഡ് പരാജയപ്പെടുമായിരുന്നു. ഇതിലിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഗെയിം നോക്കുകയാണെങ്കിൽ ഒന്ന്, അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സ്, അതായത് റൂബൻ അമോറിമിൻ്റെ ടാക്ടിക്സും ഫോർമേഷനും ഒക്കെ ഫ്രഷാണ്. അപ്പം ഒരു പുതിയ സ്റ്റൈലാണ് അദ്ദേഹം ഇമ്പാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടീമിൽ. അപ്പോൾ അതുമായി പൊരുത്തപ്പെട്ട് കളിക്കാൻ താരങ്ങൾക്കൊരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്ത് സ്വാഭാവികമാണ്. കാരണം കാര്യമായുള്ള ട്രെയിനിങ് ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഫസ്റ്റ് മത്സരമാണ് പുതിയ കോച്ചിൻ്റെ. അപ്പം അത് സ്വാഭാവികമായിട്ടും ആ ഒരു കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാകും. അത് റൂബൻ അമോറിം തന്നെ പറഞ്ഞു, ഡിസിഷൻ മേക്കിങ്ങിൽ പ്രോബ്ലംസ് ഉണ്ട്.
പല താരങ്ങൾക്കും കറക്റ്റായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ ഗർണാച്ചോൻ്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ ഗർണാച്ചോ ഒക്കെ പലപ്പോഴും ഈ ഡിസിഷൻ മേക്കിങ്ങിൽ ഒരു പ്രശ്നമായിട്ട്, അതായത് ഗർണാച്ചോന് ഈ ഡിസിഷൻ മേക്കിംഗ് ഒരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഇപ്പം ബോൾ കറക്റ്റായിട്ട് റിലീസ് ചെയ്യണം, ഇപ്പം ബോൾ ഹോൾഡ് ചെയ്ത് കളിക്കണം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഗർണാച്ചോനെ പോലുള്ള പ്ലേയേഴ്സിനൊക്കെ ബാധിക്കുന്നു എന്നുള്ള ഒരു ഫീല് എല്ലാവർക്കും ഉണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഇപ്പം റൂബൻ അമോറമിൻ്റെ മുന്നിലുള്ളത് ഒരു വലിയ ലക്ഷ്യമാണ്. കാരണം ലോങ് റണ്ണിൽ യുണൈറ്റഡിനെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇപ്പം പെട്ടെന്ന് തന്നെ ഒരു വിജയത്തിന് വേണ്ടി താൽക്കാലികമായിട്ട് റിസ്ക് എടുത്ത് കളിക്കാതെ, അതായത് റിസ്ക് എടുക്കാതെ ഒരു വിജയത്തിന് വേണ്ടി കളിക്കുകയാണെങ്കിൽ അടുത്ത സീസണിലും ഇതേ സമയം ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരുമെന്നാണ് അമോറിം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അമോറിമിന് കറക്റ്റായിട്ടൊരു ഐഡിയ ഉണ്ട് അദ്ദേഹത്തിന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ നമ്മൾ കൂടുതൽ വിമർശനങ്ങൾക്കൊന്നും ഇതിനൊരു പ്രസക്തി ഇല്ല. കാരണം അമോറിമിന് ടൈം വേണ്ടി വരും. ടീം പഴയ യുണൈറ്റഡ് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം പുതിയ രീതിയിൽ ഈ ടീമിനെ സെറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫോർമേഷനും പിന്നെ അതുകൂടാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സൊക്കെ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പം ഈ ഒരു മത്സരത്തിൽ തന്നെ 3-4-2-1 എന്നുള്ള ആ ഒരു ശൈലിയിൽ അദ്ദേഹം ടീമിനെ ഇറക്കിയപ്പോൾ തന്നെ ആരൊക്കെ കളിച്ചു എന്നുള്ളതൊക്കെ ഭയങ്കര കൺഫ്യൂസിങ് ആയി തോന്നി. പല താരങ്ങളുടെയും സാന്നിധ്യമൊക്കെ നമുക്ക് അത്ഭുതമുണ്ടാക്കി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എല്ലാവരെയും പരീക്ഷിച്ച് കൃത്യമായിട്ടൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ടെസ്റ്റിംഗ് ടൈമും കൂടിയാണ് യുണൈറ്റഡിനെ സംബന്ധിച്ച്. പിന്നെ മറ്റ് പ്രശ്നങ്ങളൊക്കെ ഇനി അടുത്ത മത്സരങ്ങളിലൊക്കെ അദ്ദേഹം എങ്ങനെ അഭിമുഖീകരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇനി ഈ ഒരു വീക്കെൻഡിലെ മറ്റ് പ്രധാന മത്സരങ്ങൾ ചെൽസിയുടെ ഒരു മത്സരമായിരുന്നു. ചെൽസി ലെസ്റ്റർ സിറ്റിയെ 2-1 തോൽപ്പിച്ച് 3-ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. പിന്നെ ആസനലിൻ്റെ ഒരു തിരിച്ചുവരവായിരുന്നു മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. ആസനലും ഒരു ലോൺ ഔട്ടിലൂടെയാണ് പോയിരുന്നത്. പക്ഷേ ഒഡെഗാർഡൊക്കെ വന്നതിന് ശേഷം അവർ വീണ്ടും ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ 3-0 ആർസണൽ തോൽപ്പിച്ചിരിക്കുന്നത്. സാക്ക ഗോൾ നേടി, തോമസ് പാർട്ടി സ്കോർ ചെയ്തു. പിന്നെ അവസാനം സബ്സ്റ്റിറ്റ്യൂട്ടായി വന്ന ഏത്താൻ ന്വാനേരി യങ് പ്ലെയറും സ്കോർ ചെയ്തു. അതും വലിയൊരു ആശ്വാസമാണ്. ബാക്കപ്പുകളൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആർട്ടറ്റയ്ക്ക് അതൊരു വലിയ ആശ്വാസം നൽകുന്ന ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ലിവർപൂളുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ലിവർപൂൾ മികച്ച രീതിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർ 8 പോയിൻറ്റിൻ്റെ ലീഡാണ് അവർക്കുള്ളത്. അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെയാണ് അവർ ടോട്ടലി ഈ ഒരു മത്സരങ്ങളിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ നടന്ന മത്സരത്തിൽ അത്ര മികച്ച പെർഫോമൻസ് ആയിരുന്നില്ല. 3-2 സതാംപ്ടനെ തോൽപ്പിച്ചത്. സതാംപ്ടൻ 2-1 ലീഡ് ചെയ്തിരുന്നു. പിന്നീട് മുഹമ്മദ് സല നേടിയ 2 ഗോളുകളാണ് ലിവർപൂളിന് വിജയം സമ്മാനിച്ചത്. അപ്പോൾ ഈ സലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും ഒരു ഇഷ്യൂ ആയിട്ട് നിൽക്കുന്നത്. കാരണം സല തന്നെ അത് ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞു. തൻ്റെ കോൺട്രാക്റ്റ്, അതായത് പുതിയ കോൺട്രാക്റ്റ് സംബന്ധിച്ച് ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല എന്നാണ് സല പറഞ്ഞിരിക്കുന്നത്. ഡിസംബർ മാസം അടുക്കുന്നു. പക്ഷേ ഇത് സംബന്ധിച്ച് പുതിയ കോൺട്രാക്റ്റ് എല്ലാം ഓഫർ സംബന്ധിച്ച് കൃത്യമായുള്ളൊരു വ്യക്തത തനിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് സല പറഞ്ഞിരിക്കുന്നത്. സലയെപ്പോലുള്ളൊരു താരം ഇങ്ങനെ പറയുമ്പോൾ അതൊരു ആശ്വാസമായ കാര്യമല്ല ലിവർപൂളിനെ സംബന്ധിച്ച്. അത് ഇത്രയും മികച്ച രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഏറ്റവും നിർണായകമായ താരം നല്ലൊരു മൂഡിലല്ല നിൽക്കുന്നത് എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ്. പ്രത്യേകിച്ച് ഇനി വളരെ നിർണായകമായ മത്സരങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിനു മുമ്പ് സലയുടെ കാര്യത്തിൽ ഒരു കൃത്യമായ തീരുമാനം ലിവർപൂളിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചിലപ്പം തകിടം മറിയാനൊക്കെ സാധ്യതയുണ്ട്. സല പറഞ്ഞിരിക്കുന്നത് ഇപ്പം എനിക്കൊന്നും പറയാൻ പറ്റില്ല, ഞാൻ അകത്ത് നിൽക്കുന്നതിനേക്കാൾ പുറത്തു പോകാനാണ് സാധ്യത എന്നുള്ള സൂചനയൊക്കെയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. എന്തായാലും ഇത് പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം ഉണ്ടാകും, അല്ലെങ്കിൽ ഈ പ്രശ്നത്തിൽ പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇപ്പോൾ ഈ ഒരു വീക്കെൻഡിലെ പെർഫോമൻസിൽ നമ്മളെ ശരിക്കും ഷോക്ക് ചെയ്തിരിക്കുന്നത് സിറ്റിയുടെ പെർഫോമൻസ് തന്നെയാണ്. സിറ്റിക്ക് എന്താണ് സംഭവിക്കുന്നത്? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.